ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് ടോപ്പിക് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് വെറും സിമ്പിളായിട്ട് ഒരു എയർപ്ലെയിൻ ഉണ്ടാക്കാം. അത് വലിയ മെറ്റീരിയൽസ് അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന വെറും ചാർട്ട് പേപ്പർ കൊണ്ട്, ഒരു 4-5 ചാർട്ട് പേപ്പർ കൊണ്ട് ഒരു സിമ്പിളായിട്ട് ഒരു എയർപ്ലെയിൻ ഉണ്ടാക്കാം. അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വർക്ക്ഷോപ്പിലേക്ക്. അപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. വർക്ക്ഷോപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൊണ്ട് അമർത്താം. അപ്പോൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ 5 ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏത് കളറിലുള്ള ചാർട്ട് പേപ്പർ വേണമെങ്കിൽ ഞാൻ എടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു യെല്ലോയും ബാക്കി വൈറ്റുമാണ്. അതിനുശേഷം ഒരു ചാർട്ട് പേപ്പർ എടുത്ത ശേഷം ഇതേപോലെ ഒന്ന് മടക്കാം. അതായത് നമ്മളിവിടെ മടക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ മടക്കലിന് ശേഷം വരുന്ന ആ ഭാഗങ്ങൾ നമ്മൾക്ക് ആവശ്യമില്ല. ആ ഭാഗങ്ങൾ നമ്മൾക്കൊന്ന് മുറിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഭാഗങ്ങളൊക്കെ മുറിച്ച് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തുള്ളൊരു സ്ക്വയർ കിട്ടും. അതിനുശേഷം ഇതേപോലെ കുറുകയായിട്ട് ആ ഒരു ഷീറ്റ് പേപ്പറിനെ മടക്കുക. അത് നിവർത്തിയ ശേഷം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അതേപോലെ തന്നെ ഒന്ന് അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണുന്നത് പോലെ ഒരു കോണ് രീതിയിൽ സെൻറ്ററിലേക്ക് അതിൻ്റെ മൂലകൾ വരുന്ന രീതിയിൽ ആ 4 മൂലകളും നമ്മളൊന്ന് ജോയിൻറ്റ് ചെയ്ത് വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ 3ാമത്തെ മൂലയാണ് ജോയിൻ ചെയ്തത്. ഇപ്പോൾ 4ാമത്തെ മൂലയും ഞാനിപ്പോൾ ജോയിൻ ചെയ്യുകയാണ്. അങ്ങനെ എൻ്റെ 4 മൂലകളും ജോയിൻ ചെയ്തു. അതിനുശേഷം ഒരു മൂലയിൽ നിന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്ന പോലെ ഒരു കോൺ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ആ ഒരു മൂലയിൽ നിന്ന് പ്രസ് ചെയ്തിട്ട് ഒരു കോൺ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതേ സംഭവം ഓപ്പോസിറ്റായിട്ടും ചെയ്യാം. ഒരു നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം ആ ഒരു ചാർട്ട് പേപ്പർ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിക്നെസ് ആയതുകൊണ്ട് അത് ഇളകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഒന്ന് ബാക്കിലേക്ക് തിരിച്ച ശേഷം ഇതേപോലെ അതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങൾ ബാക്കിലേക്ക് അതേപോലെ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ കാണുന്നത് പോലെ തന്നെ അതിനെയും സെൻറ്ററിൽ കൂടി ഒന്ന് മടക്കുക. ആദ്യത്തെ ഒരു ലീഫ് കഴിഞ്ഞു. ഞാനിവിടെ 5 ലീഫും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. പേപ്പർ കൊണ്ട് ഇതേപോലെ 5 എണ്ണം ചെയ്തെടുക്കണം. അതിനുശേഷം ഞാൻ ബാക്കി 2 ലീഫ് എടുത്ത ശേഷം ബാക്കി ഭാഗങ്ങൾ സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം ഒരു ലീഫിൻ്റെ ആ 2 ഭാഗങ്ങൾ കാണുന്ന ആ ഭാഗത്തേക്ക് എൻ്റെ മറ്റേ ലീഫിൻ്റെ 2 ഭാഗങ്ങളൊന്ന് കോർത്ത് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഞാൻ പറയുന്നത് കാട്ടിൽ കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അതിനുശേഷം വേറൊരു ലീഫ് എടുത്ത ശേഷം മറ്റേ ഭാഗം, അതായത് നമ്മൾ ആദ്യം കോർത്ത അതേ ലീഫിൻ്റെ മറ്റേ ഭാഗത്തും ഇതേപോലെ തന്നെ ഒന്ന് കോർത്ത് കൊടുക്കാം. ആദ്യത്തെ ഭാഗം കഴിഞ്ഞിരിക്കുന്നു. അത് രണ്ടാമത് അതിൻ്റെ ബാക്ക് വശമാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള 2 ലീഫ് എടുത്ത ശേഷം നിങ്ങൾക്കിപ്പോൾ കാണുന്നത് പോലെ നമ്മൾ ആദ്യം അതിൻ്റെ മുൻവശം നിർമ്മിച്ചതുപോലെ തന്നെ അതിൻ്റെ പിറകു വശത്തേക്കും നമ്മളുടെ ആ ഒരു ലീഫിൻ്റെ അറ്റം മറ്റേ ലീഫിൻ്റെ മുകളിലൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തുള്ള ഒരു ബാക്ക് വശം കിട്ടും. അതിന് ശേഷം ആ ഒരു എൻഡ് നിങ്ങൾ ഈ ഒരു പ്ലെയിനിൻ്റെ നടുക്ക് കൂടി ഒന്ന് കയറ്റി കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു പ്ലെയിനിൻ്റെ മോഡൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാവുന്ന എൻ്റെ ഔട്ട്പുട്ട്. ഞാനൊന്ന് വീഡിയോയിൽ കാണുന്നതായിട്ട് ഒന്ന് വേറെ രീതിയിലായിരിക്കും ഞാൻ ചെയ്തത്. അതായത് ആ മഞ്ഞ് മുകളിലേക്ക് വരുന്ന രീതിയിലായിരുന്നു ഞാൻ ചെയ്തത്. അതുകൊണ്ട് കുറച്ച് കാണുമ്പോൾ ഒരു രസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാണെങ്കിൽ നിങ്ങളെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോസ് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാലും എനിക്ക് നല്ലൊരു മോട്ടിവേഷൻ ഉണ്ടാകും പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.